വളരെ ചുരുക്കമായിട്ട് ആ കാര്യം ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ 3 പുസ്തകം കൊണ്ട് ഞാൻ എഴുതിയതാണ്. ഇതെൻ്റെ സാക്ഷ്യമാണ്. ഇത് ആരും പറയാത്ത അപ്രിയ സത്യങ്ങൾ, ബ്രദറുകാരൊക്കെ രഹസ്യമായി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ എഴുതിയിട്ട് കുറിച്ചിട്ടുണ്ട്. ഞാൻ പല കാലങ്ങളിലായിട്ട് എഴുതിയ ചില 22 ലേഖനങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ വ്യാഖ്യാനം ഇതും ഞാൻ എഴുതിയതാണ്. 2 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ കോപ്പികൾ ഇവിടെയുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കൊണ്ടുപോകാവുന്നതാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ചില വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് അവകാശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിൻ്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിൻ്റെ കാൽ വീങ്ങിയതുമില്ല. അത്ര മതി. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ കടന്നുപോയതായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായത് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ദൈവം അവർക്ക് വേണ്ടി ഒരു വാഗ്ദത്ത ദേശം ഒരുക്കിയിരുന്നു. അവൻ വാഗ്ദത്തം ചെയ്തതാണ്. എന്നാൽ മിസ്രൈമിൽ അവർ 40 വർഷം അടിമകളായിട്ട് സേവിക്കേണ്ടി വന്നു. അവിടെ നിന്ന് അവരെ ദൈവം വളരെ ബലാത്കാരമായി തന്നെ പിടിച്ചിറക്കിക്കൊണ്ടുവന്നു. അവർക്ക് ചെങ്കടൽ പിളർന്ന് അവരെ നടത്തി. മരുഭൂമിയിൽ 40 സംവത്സരം മന്ന കൊടുത്ത് അവരെ പോഷിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ യുദ്ധം ചെയ്ത് അവരുടെ വാഗ്ദത്ത ദേശം കീഴടക്കുവാനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പല വിധമായ അനുഭവങ്ങളിൽ കൂടി അവർ കടന്നുപോയി. ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ ഈ കടത്തിവിട്ടതായ ഈ അനുഭവങ്ങളെല്ലാം തന്നെ അവർക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരുന്ന കാര്യമായിരുന്നു. അല്ലാതെ ഒരബദ്ധം പറ്റി ദൈവത്തിന്, അതുകൊണ്ട് ഇങ്ങനെയാക്കി കളയാം, ഇവരെ ഇങ്ങോട്ട് നടത്തി കളയാൻ എന്ന് വിചാരിച്ചതല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ നാം കടന്നു പോകുന്നതായ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം മുന്നമേ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഈ അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ച് നടക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ തന്നെ പലവിധമായ കൽപ്പനകൾ അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരുന്നു. അവരെ നേർവഴി ഒരു ദൈവഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, God led them round and round so that they may learn to walk straight. അവർ നേരെ നടക്കാൻ പഠിക്കേണ്ടതിന് ചുറ്റി എത്ര ചുറ്റി കാലെടുത്ത് വെച്ച് അങ്ങോട്ട് പിറ്റേ ദിവസം കയറേണ്ടിയ സ്ഥലം കനാൻ ദേശമാണ്. അവർക്കതിന് കഴിഞ്ഞില്ല. ദൈവം അവരെ പിന്നെ 40 വർഷം മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടത്തി. പലപ്പോഴും നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്നതായ തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായ തടസ്സങ്ങളാണ് ഇങ്ങനെ ചുറ്റി നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചുറ്റലുണ്ടാകുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെ ഒരു ചുറ്റലുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ആ നേർവഴി കാണത്തുള്ളൂ.
ദൈവം നേരെ കൊണ്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് വിലയില്ല, നമ്മൾ മനസ്സിലാക്കത്തില്ല, അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കത്തില്ല. എൻ്റെ അനുഭവത്തിലും പലതുണ്ട്. നിങ്ങൾ ഈ ചെറിയ ഗ്രന്ഥം വായിച്ചാൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഹൂസ്റ്റണിലുള്ള ഒരു യൂത്ത് ഗ്രൂപ്പ് എന്നോട് ആവശ്യപ്പെട്ടു, ഗോഡ്സ് ഇൻ്റർവെൻഷൻ ഇൻ യുവർ ലൈഫ്, ആ വിഷയത്തെ ദൈവം നിൻ്റെ ജീവിതത്തിലെ ദൈവികമായ ഇടപെടലിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി തരണം, അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. അത് കൊടുത്ത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഒന്നും കൂടെ വിപുലീകരിച്ച് ഒരു ചെറിയ പുസ്തകമാക്കിയാൽ പലർക്കും അത് പ്രയോജനപ്പെടും എന്ന് കരുതി അങ്ങനെ എഴുതിയതാണ്. ദൈവം ചുറ്റി നടക്കുവാൻ നമ്മളെ അനുവദിക്കും. അവിടെ ആ ചുറ്റലിൻ്റെ അനുഭവത്തിൽ എന്താണ് നാം പഠിക്കുന്നത്? ഞാൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കണം എന്നെനിക്ക് ആദ്യം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഉള്ളതായ വഴികൾ തുറന്നു വന്നത്, അല്ലെങ്കിൽ അതിനുള്ളതായ ആശയം എനിക്ക് ലഭിക്കേണ്ടതിനായിട്ട് ജപ്പാനിലും കാനഡയിലും ഒക്കെ പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ സുവിശേഷകനല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞു. പിന്നെ എന്താ, ഞാനൊരു സുവിശേഷകരെ സഹായിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനം ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ല, ആരും ചെയ്തിട്ടില്ല. പിന്നെന്താ, എൻ്റെ കൃപാവരം എന്ന് പറയുന്നത് പ്രസംഗമോ സുവിശേഷ വേലയോ ഒന്നുമല്ല, എനിക്ക് സേവനം എന്ന കൃപാവരമാണ്. ഈ കൃപാവരത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ പെട്ടെന്ന് ദൈവം എന്നെ ഈ ആളുകളിലൊക്കെ പോയി കറങ്ങി, OM-ൽ, പിന്നെ ലോഗോസ് കപ്പലിൽ, ജപ്പാനിൽ, പിന്നെ കാനഡയിൽ ഒക്കെ വിട്ട് ആണ് ഇങ്ങനെ എനിക്ക് ഒരാശയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവിനെ സേവിക്കണം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയിൽ പോയി വേല ചെയ്യണം. അതെൻ്റെ വലിയൊരു പാഷനായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കത്തില്ല, ഉദ്ദേശിക്കുമ്പോൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന് അതിന് ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയെയാണ് ദൈവം വഴി നടത്തുന്നത്. അല്ല, എനിക്ക് ബോധിച്ച പോലെ ഞാൻ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല. എന്തിനു വേണ്ടി അവിടെ പറയുന്നുണ്ട്? എന്താ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. ഇത് അന്യായമല്ലേ? ദൈവം എന്തിനാണ് നമ്മളെ താഴ്ത്തുന്നത്? ഇങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ പറയും, ദൈവം ഒരിക്കലും താഴ്ത്തത്തില്ല. എന്നെ ഉയർത്തിക്കൊണ്ട് നിനക്ക് സമ്പത്ത് തരും, വലിയ വീട് തരും, നിന്നെ അമേരിക്ക കൊണ്ടും ജർമ്മനി കൊണ്ടും അത് തരും, ഇത് തരും, എല്ലാം. ഇതാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ പ്രസംഗിയാണ്. ദൈവത്തിൻ്റെ ആത്മാവിടെ പറഞ്ഞു നിന്നെ താഴ്ത്തുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ താഴ്മയുടെ അനുഭവമല്ല, ദൈവം നിങ്ങളെ താഴ്ത്തിയതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവം താഴ്ത്തുന്ന അനുഭവം. എന്തുകൊണ്ടാണ് ദൈവം താഴ്ത്തേണ്ടി വന്നത്? നമ്മൾ തനിയെ താഴാഞ്ഞത് കൊണ്ടാണ്. തനിയെ താഴാതിരിക്കുമ്പോൾ ദൈവം താഴ്ത്താൻ പിന്നെന്ത് ചെയ്തു? നിങ്ങളെ പരീക്ഷിച്ചു. എന്തിനാ പരീക്ഷിച്ചത്? നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാൻ. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷെ നിങ്ങളും ഞാനും അതറിയണം. അതിനുവേണ്ടി നിങ്ങളെ താഴ്ത്തണം, പിന്നെ പരീക്ഷിക്കണം. അപ്പോൾ ഈ പരീക്ഷയിലൊക്കെ എന്തൊക്കെയാ? 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി താഴ്ത്തുകയും പിന്നെ വിശപ്പിക്കുകയും ചെയ്തു. എന്തിനാ? അപ്പോൾ ഒരു കാര്യം പഠിച്ചെന്താ? മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും.
മരുഭൂമിയിൽ വേറെ ഒന്നുമില്ലായിരുന്നു അവർക്ക്, യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം. വിശപ്പടക്കാൻ മന്നയും കാടപ്പക്ഷിയും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം മോശ മുഖാന്തരം അവർ കേട്ടുകൊണ്ടേയിരുന്നു. അവർക്ക് വിശപ്പിൻ്റെ അനുഭവം, താഴ്ത്തപ്പെടുന്നതിൻ്റെ അനുഭവം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ വിശപ്പിൻ്റെയും താഴ്ത്തപ്പെടുന്നതിൻ്റെയും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനത് മുഖാന്തരം അനേക കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. നാം വിശക്കുമ്പോൾ, നാം താഴ്ത്തപ്പെടുമ്പോൾ, ഹ്യൂമിലിയേഷൻ അനുഭവിക്കുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ പോയപ്പോൾ എന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം പ്രവർത്തിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ പിറുപിറുക്കുവാനിടയാകണം. ഈ 40 സംവത്സരം നടത്തിയപ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്താ, നിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിഞ്ഞു പോയില്ല, നിൻ്റെ വസ്ത്രം ജീർണിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യാതൊരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അവൻ്റെ കൈക്കീഴ് താണിരുന്ന് അഭ്യസിക്കുവാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ദൈവമായ യഹോവ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവമായ യഹോവയുടെ ശിക്ഷയും വളർത്തപ്പെടലിൻ്റെയും അനുഭവത്തിൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒഴിഞ്ഞു മാറാൻ സാധിക്കും അവഗണിച്ചു പോയാൽ. എന്നാൽ അതിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ താഴ്മയുടെ അനുഭവങ്ങളെ അവനൊരിക്കൽ ഉയർത്തും. ആ അനുഭവത്തിൽ നിന്ന് നമ്മളെ പടിപടിയായി അവൻ ഉയർത്തും. ഓപ്പറേഷൻ ബർണ്ണബാസ് തുടങ്ങിയപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞു, ഇത് പൈശാചികമാണ്, പല കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പോട്ടെ. പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷം എക്കോസ് UK ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ബ്രദറുകാരുടെ ഇടയിലെ ഏറ്റവും ഉന്നതമായ ഒരു സഹായ സന്നദ്ധ സംഘടനയാണ്. അവർ GFTA കോൺഫറൻസിന് വന്നപ്പോൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവർ ബാംഗ്ലൂരിൽ വന്ന് ഞങ്ങളെ വിളിച്ചു. വി വാണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അവർ പറഞ്ഞെന്നറിയാം, വൈ ഓപ്പറേഷൻ ബർണ്ണബാസ് ഈസ് ഡിഫറെൻറ്റ്. ഓപ്പറേഷൻ ബർണ്ണബാസ് എന്ന് പറയുന്നതായ സന്നദ്ധ സേവന സംഘടന ഇന്ത്യയിലെ മറ്റ് സംഘടനകളുമായിട്ട് വളരെ വ്യത്യാസമായിരിക്കുന്നതിൻ്റെ കാരണം എന്താ? മറ്റവരൊക്കെ എന്താ, ഒരു കാര്യം തുടങ്ങി അതുകൊണ്ടിങ്ങനെ ഒത്തുരുത്തത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അവർ പറഞ്ഞു ഓപ്പറേഷൻ ബർണ്ണബാസ് ഓപ്പറേഷൻ ബർണ്ണബാസ് ഓരോ കാലത്തും കാലോചിതമായ കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യമായ സഹായ സഹകരണങ്ങൾ സുവിശേഷകന്മാർക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതാരാ ഞങ്ങൾ പറയുന്നില്ല, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒബ്സർവേഷനാണ്. ഓപ്പറേഷൻ ബർണ്ണബാസ് ഈസ് ദി ബെസ്റ്റ്. അതുകൊണ്ട് അവർ പറഞ്ഞു, വി ഹാവ് ഡിസൈഡഡ് ടു ഡബിൾ അവർ സപ്പോർട്ട് ടു ഓപ്പറേഷൻ ബർണ്ണബാസ്. ഇതാണ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് ദൈവം നമുക്ക് ചെയ്യാൻ തരുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക കാര്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി അത് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളതല്ല. ദൈവം പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുമ്പോൾ ദൈവം വാതിലുകളെ തുറക്കും. ഞങ്ങൾ ഒരിക്കലും ഓപ്പറേഷൻ ബർണ്ണബാസ് സഹായത്തിനായിട്ട് അപ്പീൽ അയച്ചിട്ടില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ആവശ്യങ്ങൾ ദൈവജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്ത് ജർമ്മനിയിലുള്ള ഒരാൾ, അതിനു മുമ്പ് അദ്ദേഹം ഒരു പൈസ പോലും ഓപ്പറേഷൻ ബർണ്ണബാസിന് അയച്ചിട്ടില്ല. താൻ എനിക്കൊരു ഇമെയിൽ അയച്ചു, കോവിഡ് ആയതുകൊണ്ട് ഇന്ത്യയിലെ സുവിശേഷന്മാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാം. ആ മനുഷ്യൻ എത്രയാണെന്നറിയാമോ? 3.5 കോടി രൂപയാണ് ഒരു വർഷം ഒരു വ്യക്തി മുഖാന്തരം വന്നത്.
ദൈവം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. അതുകൊണ്ട് കോവിഡ് സമയത്ത് സകല സുവിശേഷകന്മാരുടെയും മെഡിക്കൽ ബില്ല് പൂർണ്ണമായിട്ട് പേ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ അത് കുറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ സഹായം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് വളരെ കുറഞ്ഞിരിക്കുന്നു. അതും ഒരു ആഫ്റ്റർ കോവിഡ് എഫക്റ്റോ മറ്റോ ആകാം. എന്നാൽ ഇന്ന് വേറൊരു സംഘടനയുണ്ട്. ഈ സംഘടനകളെ എതിർക്കുന്ന മനോഭാവം പലയിടത്തും വളർന്നു വരുന്നു. അതാണ് അതിൻ്റെ മുഖ്യമായ കാരണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട ചില ആളുകളുമായിട്ടൊക്കെ ആ വിഷയം സംസാരിച്ചു. അതിന് വേണ്ടതായ ബിൽഡിങ്ങിന് വേണ്ടതായ പണം ഓൾറെഡി ദൈവം പ്രൊവൈഡ് ചെയ്തു. ഒരിടത്തും അപ്പീൽ അയച്ചില്ല. ഈ 2 ആഴ്ച മുമ്പ് ഒരാളെ വിളിച്ചു, ഈ കാര്യം ചോദിച്ചു, അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദൈവം കാര്യങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ വഴികളിൽ നാം നടക്കുക, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അവൻ ആ പ്രോസസ്സിൽ നാം താഴ്ത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകും, ദൈവം ഇടപെടുന്ന അനുഭവം ഉണ്ടാകും, വിശപ്പിൻ്റെയും ഇല്ലായ്മയുടെ അനുഭവങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൈ നമ്മെ നടത്തും എന്നുള്ളത് സംശയമില്ല. ദൈവത്തിൻ്റെ വഴി ഒരു പക്ഷെങ്കിൽ നേരെ നടക്കുവാനല്ല, ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് സോ ദാറ്റ് വി മേ ലേൺ ടു വാക്ക് സ്ട്രെയിറ്റ്. നമ്മൾ വരുന്ന ഒരു വർഷം ദൈവത്തിൽ ആശ്രയിച്ച് നേരായി നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.